ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ബോസിനൊക്കെ ഒരു കാറ് അടിച്ച് മാറ്റി കൊടുത്തിരുന്നു. അപ്പോൾ അത് നമ്മളെ ഒരു സ്ഥലത്ത് നമ്മളെ വള്ളത്തിൻ്റെ അടിയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ നമ്മൾക്ക് ബോസ് വിളിച്ചുകൊണ്ട് പറഞ്ഞു നമ്മളെ വണ്ടി എടുത്ത് കൊടുക്കാൻ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ നമ്മളെ വീട്ടിൽ നിന്ന് നേരെ ഇവിടേക്ക് വന്നതിന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിവിടെ കുടുങ്ങി തോന്നുന്നു. സ്ഥലമൊന്നും ഇപ്പോൾ മനസ്സിലാവണില്ല. ഇത് നമ്മളിപ്പോൾ വള്ളത്തിൻ്റെ നല്ല അടിയിലേക്കും സ്ഥലമൊന്നും മനസ്സിലാവില്ല. അത് ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ വള്ളത്തിൻ്റെ അടിയിൽ കഴിഞ്ഞ് നമുക്ക് നേരെ വണ്ടി എടുത്താണ് നേരെ മുകൾക്ക് കയറി ബോസിന് നേരെ കൊണ്ടുപോയി കൊടുക്കണം. നമുക്ക് നേരെ വണ്ടി എടുക്കാം. അത് കഴിച്ച് തന്നെ വണ്ടി എടുത്ത് നമ്മൾ കയറ്റി ഇവിടെ ഇടിച്ചാതെ മുകൾക്ക് കയറ്റണം. അതാണ് നല്ല ടാസ്ക് പിടിച്ച പണി. അപ്പം അതായത് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് കോറിയപ്പോൾ നമ്മൾ ബാഗ് എടുത്തിട്ട് ഇപ്പം ഇനി കുഴപ്പമൊന്നുമില്ല. നമുക്ക് നേരെ ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ബോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോസിൻ്റെ വർക്ക് ഏരിയൻ്റെ അവിടെയാണ് കൊണ്ടുവെക്കാൻ പറഞ്ഞത്. ബോസ് ഒരു പണിസ്ഥലമൊക്കെ ഉണ്ട്, അവിടേക്കാണ് കൊണ്ടുവെക്കാൻ പറഞ്ഞത്. ബോസിന്റെ ബിൽഡിംഗ് കൊണ്ടുവെക്കുന്നത് സേഫ് ഒന്നുമല്ല. എന്താ വെച്ചാൽ നമ്മൾ സിറ്റിന്റെ നടുക്കായിട്ടാണ് ബോസിന്റെ ബിൽഡിങ്. നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. അത് കഴിച്ച് അപ്പം നമ്മൾ അവിടെ എത്തി. അപ്പോൾ ബോസ് പറഞ്ഞാൽ ഇവിടെ ഒന്ന് വെക്കണ ഉള്ള ബിൽഡിംഗ് വെക്കണം, പണി നടന്നു കൊടുക്കുന്ന ബിൽഡിങ്ങും അതിന്റെ സൈഡിലായിട്ട് അവിടെ വെക്കാൻ പറ്റും. നമുക്കൊരു ബൈക്ക് അവിടെ വെച്ചിക്കണം. നമ്മൾ അതായിട്ട് പോയാൽ നമ്മൾ ഇത് അവിടെ വെച്ച് കാരണം അപ്പം നമുക്ക് നേരെ ബെല്ല ഇറക്കാം. അധികം പൊന്നിച്ചാൽ കഴിച്ച് ഇവിടെ നോക്കിയിട്ട് തന്നെ ബൈക്ക് കാണുന്നുണ്ട്. നമുക്ക് കാർ ആ ബൈക്കിന്റെ ഒപ്പം നിർത്തിയിട്ടാണ് നമുക്ക് ബൈക്ക് എടുത്ത് നേരെ വീട്ടിൽ പോവാം. പക്ഷെ നമുക്ക് നേരെ കാർ സേഫ് ആയിട്ട് ഇവിടെ ഒരു കേടുപാടൊന്നും ഇല്ല. അപ്പൊ ബോസിന് എടുത്തോണ്ടേക്കും. നമ്മളോട് ബോസ് ഇവിടെ വെക്കാനാ പറഞ്ഞു, എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് നേരെ ബൈക്ക് എടുത്ത് കാണാം, നമുക്ക് നേരെ വീട്ടിൽ പോകും. പിന്നെ ബോസിനെ വിളിച്ചു നോക്കാം. പക്ഷേ ബോസിനെ നമ്മൾ വിളിച്ചു ബോസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് നേരെ ബൈക്ക് എടുത്ത് കാണ്ട് നമുക്ക് നേരെ ഇഞ്ഞ് പോവാം. പക്ഷെ നമുക്ക് ഞാൻ ഇനി വീട്ടിൽ പോകാം. ഏകദേശം നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോസിന്റെ സ്ഥലം അയക്കും ചെയ്യാം. മുതലായ കഴിഞ്ഞ സ്ഥലത്ത് അയക്കാൻ പറ്റിയാം. പക്ഷേ ഈ അടിപൊളി വണ്ടിയായിട്ടിത്. അപ്പൊ നമുക്ക് നേരെ ഇനി വീട്ടിൽ പോകാം. ഞാനിങ്ങനെ നേരെ ചുറ്റിപ്പറ്റി നടക്കണ്ട, നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനെ വിളിച്ച് എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തി. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ വണ്ടികളൊക്കെ എന്തൊക്കെ കുറവാണ്. ഇപ്പോൾ ആകെ 4 വണ്ടികൾ, എന്താണെന്നൊന്നും അറിയില്ല. ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഫുള്ള് വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിടാൻ സ്ഥലം ഉണ്ടാവില്ല. ഇപ്പൊ നല്ല സ്ഥലം. ഇവിടെ 4, അവിടെ എത്തണം. പക്ഷെ അവിടെ 5 വണ്ടികൾ, ഇവിടെ എത്ര 4 വണ്ടികൾ തന്നെ ഉള്ളു. അവിടെ 1 2 4 5 അല്ല 4 വണ്ടി ഇവിടെ, അവിടെ 5 വണ്ടി ഉണ്ട്. എന്താണെന്നും അറിയില്ല, കുറവ്. ഇതിനെന്തെങ്കിലും ആണ് വിളിച്ചിക്കണമെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് നേരെ പോലീസുകാരോട് ചോദിച്ചേക്കാം എന്തിനാണ് വിളിച്ചത്. നമുക്ക് നേരെ ചോദിച്ചോക്കാം പോലീസുകാരെ അടുത്ത് എത്തിക്കും. അല്ല സാർ, അപ്പൊ എന്താണ്? എന്താന്ന് വെച്ചാൽ ഇന്ന് സാറിന്റെ ഒരു മോള് നമ്മളെ സിറ്റിക്ക് വരികയാണ്. അപ്പൊ അതെന്താ വെച്ചാൽ അതിനവിടെ ദീപന്തിന്റെ അവിടെ പോയി പിക്ക് ചെയ്തുകൊണ്ട് അതിനെന്താ, ഞാൻ പോയോക്കട്ടെ. അവിടെ പിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫ്ലാറ്റിന് അവിടെ ഇറക്കി കൊടുത്താൽ ഇവിടെ ആരും പോലീസുകാരില്ല. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയിക്കോളാം. ഹലോ ഗൈസ്, അപ്പം നമ്മളോട് പറഞ്ഞു വെച്ചാൽ ഇവിടുത്തെ വലിയൊരു പോലീസിന്റെ അതായത് മോള് ഈ സിറ്റിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനൊരു ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെ പോലീസുകാരൊക്കെ കമ്മി ആയതുകൊണ്ട് ഇപ്പൊ അതന്നെ ഞാനും പറഞ്ഞു, ഇവിടെ പോലീസുകാരൊന്നും ഇല്ല. അവിടെ പോലീസുകാർ കമ്മി ആയതുകൊണ്ട് അതുപോലെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു വണ്ടിയൊക്കെ ഏൽപ്പിച്ചിന്, ഈ വണ്ടി പോയാലാണ് ഓൽക്ക് അറിയുള്ളൂ എന്നാ പറഞ്ഞു. അപ്പൊ നമ്മളെ വണ്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും കേട്ടില്ല. ഓലെ ഈ വണ്ടി തന്നെ ഏൽപ്പിച്ചാലും ഓൽക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ വണ്ടി എടുത്ത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് നേരെ എത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ അവിടെ എത്തി. അപ്പൊ ട്രെയിൻ ഇന്നാ പോവുകയാണെങ്കിലും വരികയാണ്, നിർത്തുകയാണോന്ന് അറിയാം. ഗൈസ്, ഇവിടുന്ന് പോയിക്കണം തോന്നുന്നു ട്രെയിൻ. അപ്പൊ നമ്മൾ വരാൻ ലേറ്റ് ആയിക്കണെന്നാ തോന്നണം. ഇനി എന്താണെന്ന് അറിയാം, നമുക്ക് നേരെ പോയൊക്കെ ട്രെയിൻ അങ്ങനെ പോകണ്ട്. ഞാൻ വെച്ചാൽ അവിടുന്ന് വരികയൊക്കെ നിർത്തി വെച്ചപ്പോൾ നിർത്താതെ പോയിക്കണം. അപ്പം ഇവിടുന്ന് ഇപ്പൊ പോയിട്ടുള്ളപ്പോ നമുക്ക് നേരെ പോലീസുകാരോട് വിളിച്ചു ചോദിച്ചേക്കാം. അപ്പൊ ആള് വന്നിട്ടില്ല, നമുക്ക് ചോദിച്ചാൽ ഇനി എന്താണെന്ന് ട്രെയിനിൽ പോയി കഴിഞ്ഞ് ഇതാണോ വേറാണോ എന്നൊന്നും പറഞ്ഞു. നമുക്ക് നേരെ പോലീസുകാരെ വിളിച്ചാൽ ഹലോ ഗൈസ്, അങ്ങനെ പോലീസുകാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ പറഞ്ഞു വണ്ടിയിലുണ്ട് ആളെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കേറിയത് കണ്ടില്ല. അപ്പൊ ഇത് എങ്ങനെ കേറിയെന്നൊന്നും മനസ്സിലായില്ല. നമുക്ക് നേരെ വണ്ടി എടുത്താണ്ട് നേരെ ലൊക്കേഷനൊക്കെ തന്നു നമുക്ക് നേരെ ഇറക്കി കൊടുത്തത് നമ്മളെ പഴയ വീടുണ്ട് അതിന്റെ അവിടെ നമ്മളിപ്പോ ഒരു ബിൽഡിംഗ്. അപ്പൊ പക്ഷേ അങ്ങനെ സ്ഥലത്തെത്തി. നമ്മൾ ഇവിടെ ആയിട്ടാണ്, ഇവിടെ ഇറക്കി കൊടുത്താൽ നമുക്ക് നേരെ പോവാം. അത് കഴിച്ച് തന്നെ ഇവിടെ ഇറക്കി കൊടുത്തു നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോവാം. അത് കഴിച്ച് തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തി. നമുക്ക് നേരെ വണ്ടി ഇവിടെ ആയിട്ട് നിർത്തിയിട്ട് വണ്ടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ കഴിച്ച് നമുക്ക് ബാക്കൊക്കെ എടുത്താണ് ഇവിടെ ആയിട്ട് നിർത്തിയിട്ടാം. അപ്പൊ നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്താണ് നേരെ പോവാം. പക്ഷേ നമ്മളെ വണ്ടിയൊക്കെ അവിടെ സേഫ് ആയിട്ട് വെച്ചില്ല. അപ്പൊ വണ്ടിയൊക്കെ കേടുപാടൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇറക്കി കൊടുക്കാനുള്ള സേഫ് ആയിട്ട് ഇറക്കി കൊടുത്തു. നമ്മൾ നേരെ പോലീസുകാരോട് പോയി സംസാരിച്ച് നോക്കാം. നമ്മളെ ഇറക്കി കൊടുത്തത് നമ്മൾ പോലീസുകാരോടൊക്കെ നമ്മൾ സംസാരിച്ച് നോക്കാം. അപ്പൊ സാറ് അപ്പൊ നമ്മളെ കൃത്യമായിട്ട് അവിടെ ഇറക്കി കൊടുത്തു. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് എത്താൻ നേരം വൈകിന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല, എന്നാലും എന്നാ സാറ് ശരിട്ടാം. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് കുറച്ച് പൈസ ഒക്കെ തന്നിട്ടുണ്ട് പോലീസുകാരും. അപ്പൊ ഒരു സഹായിട്ട് ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ എത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും.